ഇത് ഞങ്ങളുടെ ലിസിമച്ചിയുടെ വീടാണ്. ഈ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പല സാധനങ്ങളും നമ്മൾ കളയുന്ന സാധനങ്ങളും ഈ വീട്ടിലെ വെറൈറ്റി സാധനങ്ങളായി മാറും. ഇതൊരു ചെറിയ തരം പൈനാപ്പിളാണ്. പിന്നെ കുറേ കാക്ടസ് ഉണ്ട്. അതുപോലെ അമ്മച്ചി കേജ് ഉണ്ടെങ്കിലും ഈ ഫിഷിനെയൊക്കെ വെച്ചേക്കുന്നത് പലതരം ഫിഷുകൾ വെച്ചേക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. കൊതുമ്പ് കൊണ്ടൊരു വെള്ളം ഉണ്ടാക്കി വെക്കുന്നു. ഡാഡി ഇത് കണ്ടോ, സേവനാഴി കണ്ടോ, നമ്മളെ പണ്ടത്തെ സേവനാഴി എന്നല്ലേ ഇത് പറയുന്നത്? ചങ്ങടിയല്ല, ഇത് ഇടിയപ്പം അല്ലേ അല്ലേ അതിന്റെ സാധനം. പിന്നെ ഇതെന്തോ ഫ്ലൂട്ടാണോ? ഒരു സ്റ്റിക്ക് എന്തോ ഫ്ലൂട്ടാണോ? മെഷർമെന്റ് ആണോ ഇതോ? ഇതുകൊണ്ട് അങ്ങനെ മെഷർ ഇത് രണ്ട് സൈഡിലും ഓക്കെ. ഓക്കെ ഓക്കെ. നമ്മുടെ പണ്ടത്തെ ഈ കടകളിൽ രണ്ട് സൈഡിലോട്ട് ബാലൻസ്, ബീം ബാലൻസ്. ഓക്കെ ഓക്കെ. കണ്ടോ കണ്ടോ ഫിഷ്. പിന്നെ ഇത് കുറച്ച് ലൈറ്റ് കുറവാണ് ഇതിനകത്തോട്ട്. ഇത് മഷ്റൂമാണ്. നമ്മൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് മഷ്റൂമാണ്. കളഞ്ഞ ചെടിയെ വളർന്നൊരു മഷ്റൂമിനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ ആക്കിയത്. എല്ലാം വെറൈറ്റിയാണ്. അടിപൊളി. ടീച്ചറിന് ഞങ്ങളുടെ ഒത്തുപാപ്പനില്ല, നമ്മുടെ റാന്നിയിലെ പള്ളിക്കൂടത്തെങ്കിലെ അപ്പത്തന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് അച്ഛന്മാരുടെ ഉപ്പാപ്പനും 28-ാം തീയതി. ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ എനിക്കൂടെ തരാം. എടാ ഇപ്പൊ എല്ലാരും പറന്നാ വരുന്നത്. പ്ലീസ് വൺ. Noah, please can you give me one? എനിക്കൊന്നും തരാമോ? വൺ. താങ്ക് യു. ആ പാത്രം കൊണ്ടുവച്ചതും കാണാം, അത് എംറ്റി ആയതും കാണാം. ഈ മുട്ട ഇടുന്ന ചെടി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മുട്ടച്ചെടി. ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചെടി വന്നപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ കുറെ ഇടത്ത് ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചെടി എന്താണെന്നറിയോ? മുട്ടച്ചെടി. നോവാ പറയുന്ന മുട്ടച്ചെടി. ഒരാൾ മുട്ടച്ചെടി നോക്കാൻ വരുന്നുണ്ട്. പൊക്കി എടുക്കണ്ട കേട്ടോ, കയ്യെ കൊള്ളല്ലേ, അതിന്റെ അറ്റത്ത് മുള്ളു പോലെ. മുറി അല്ല അതിനല്ല വെച്ചേക്കുന്നത്, ഡെക്കറേഷൻ പോലെ. അതെ. ആ ചെടിക്ക് എന്താന്നറിയോ കുഞ്ചു? അതിന്റെ അറ്റം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വീർത്ത് വരും കൈ. അത് വെച്ച് കുഞ്ചു അത് വെച്ചിട്ടേക്ക് പോര്. പോട്ടെ, സാരമില്ല. ബാ കറി വാ. ഗുഡ് ഗേൾ. അത് കറിക്കോ? കുക്കുച്ചേച്ചി കറി അതെങ്ങനെ വെക്കുന്നു? ചെരിപ്പ് അങ്ങോട്ട്. എന്നാ അപ്പുറത്തെ സൈഡിൽ കൂടെ വാ. ഇതെങ്ങനെയാണോ ഇങ്ങനെ വെച്ച് വായി പോകുന്നത്? ഇത് അപ്പായിക്ക് കൊടുക്കാൻ പോവാ. എത്ര പേരാണ്? ഇന്ന് 4 മണിക്ക് ഒരു പ്രത്യേക ഐറ്റമാണ് ചേമ്പു ചട്നി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊരു കുടയുണ്ടായിരുന്നു നമ്മുടെ കാറിൻ്റെ അകത്ത് തന്നെ, അത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ കൊടുത്തതാണ്. ഇതിപ്പോൾ അത് വാങ്ങാൻ പോയേക്കുവാണ്. ഇതിന് ഭാഗ്യത്തിന് സൺഡേ ഒരാളെ കിട്ടി. അല്ല ഈ കുടയൊക്കെ അല്ലേ പിന്നെ നമ്മൾ കളയേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയും നല്ലതായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ആക്ച്വലി അതിൻ്റെ മേളിലത്തെ ഒരു ചെറിയൊരു പീസ് പോയിട്ടേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിത് ശരിയായെന്ന് തോന്നുന്നു നോക്കുന്ന കണ്ടിട്ട്.
അങ്ങനെ വാങ്ങി വരുമ്പോൾ നോക്കാം. ശരിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു കുട നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിയിരുന്നു ഇവിടെ വന്നപ്പം. അപ്പം 2 കാറിൻ്റെ അകത്തും മാറി മാറി ഓരോ കുട വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കാറിൽ നിന്ന് ആ കാർ ഉപയോഗിക്കുമ്പോൾ ആ കുട എടുത്ത് അപ്പുറത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാം. ആണോ? എത്ര രൂപ മേടിച്ചു? 100 രൂപ. ആ, ഇല്ല അപ്പോൾ നമുക്ക് ആ കുട ഫുള്ളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ. ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അറ്റം ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ പരിപാടി ഉള്ളത്. ചെറിയ പണിയുള്ളൂ. മേൽവശം ഇട്ട് തന്നു, കൊളുത്തി ശരിയാക്കി, എല്ലാം ശരിയാക്കി. ആളുകൾ ചിലപ്പോൾ ഇങ്ങനത്തെ കുടയൊക്കെ എടുത്ത് വെറുതെ കളയും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിടത്തോണ്ട് കൊടുത്താൽ പെട്ടെന്ന് ശരിയാക്കി തരും. നല്ല കുടയാക്കിയിട്ടുണ്ട്. പക്ഷെ കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. പുള്ളി ഇതിന്റെ ഫ്ലാപ്പ് മാറ്റണോന്ന് ചോദിച്ചു. അതെന്തോ ഫുൾ കവറോ? കളർ ഓ, അതൊന്നും വേണ്ട.